കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ പ്രഭാത സന്ദേശം ശ്രവിച്ചാലും. സങ്കീർത്തനങ്ങൾ 144 അതിൻ്റെ 1-ാമത് വാക്യം. എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ദാവീദ് പറയുകയാണ്, എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. രണ്ട് ചിന്തകൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ സ്ഥിരതയെ പറയുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. ദൈവം അസ്ഥിരനല്ല. ദൈവം ശാശ്വതമായി നമുക്ക് വേണ്ടി നമ്മെ വഴി നടത്തുവാൻ കഴിയുന്ന, ഇല്ലെങ്കിൽ നമുക്ക് സംരക്ഷണം നൽകുന്ന, നമ്മെ താങ്ങുവാൻ കഴിയുന്ന ഒരു ദൈവം. അതാണ് പാറ. പാറ എന്ന് പറയുന്നത് ഉറപ്പുള്ളതാണ്, അല്ലേ? ആർക്കും പെട്ടെന്ന് തകർക്കാൻ കഴിയാത്ത ഒന്നാണ് പാറ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അപ്പം നമ്മുടെ ദൈവത്തിന് കഴിയുന്നൊരു കാര്യമാണ് നമ്മെ സംരക്ഷിക്കുന്നതിന്, നമ്മളെ നടത്തുവാൻ, നമ്മളെ സഹായിപ്പാൻ, നമ്മെ വിടിവിപ്പാൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദാവീദ് പറയുന്നു. അടുത്ത് പറയുന്നു, യുദ്ധത്തിന് സ്തോത്രം എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഞാനിന്ന് പറയാം, നമ്മുടെ ജീവിതത്തിൽ യുദ്ധമുഖരിതമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, അത് നമ്മൾ ചില വിഷയങ്ങളെ അഭ്യസിപ്പിക്കുകയാണ്. സ്തോത്രം. ചിലത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ചിലത് നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒക്കെ സ്തോത്രം നമ്മളെ പഠിപ്പിക്കുന്ന ചില മേഖലകൾ ഉണ്ടെന്നുള്ളത് സത്യമല്ലേ? അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികളെ അതിജീവിപ്പാൻ തക്കവണ്ണം ചില സ്തോത്രം ഹല്ലേലൂയ, ചില യുദ്ധങ്ങൾ, ഇല്ലെങ്കിൽ യുദ്ധത്തോട് താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ചില വിഷയങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടത്തിവിടുകയാണ്. എന്തിനെന്നറിയാമോ? അത് നമ്മെ അഭ്യസിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയുകയാണ്, ഇന്ന് വരുന്ന ശോധനകൾ, ഇന്ന് വരുന്ന കഷ്ടതകൾ, ഇത് നമുക്ക് തകർച്ചയ്ക്കല്ല, പകരം നമ്മളെ ചിലത് പരിശീലിപ്പിക്കുന്ന ഒരു ദൈവം, ചിലത് നമ്മളെ അഭ്യസിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. കർത്താവ് അതുകൊണ്ട് ഭാരപ്പെടേണ്ട, തളർന്നു പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട ദൈവം നമുക്ക് പാറയാണ്. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.